പൂക്കളം നിറയ്ക്കുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പൂക്കളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് എഴുതിക്കൊണ്ടുള്ള ഒരു പൂക്കളമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ഗോകുൽ നമുക്കൊപ്പം. എന്താണ് ഇന്നത്തെ ഒരു പൂക്കളം, ഈ പ്രതിഷേധ പൂക്കളം ഇവിടെ ഇടാനുള്ള കാരണം? കാരണം നമുക്ക് വ്യക്തമാണല്ലോ. ഇപ്പൊ ശാസ്താംകോട്ടയില് അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ മുമ്പില് അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഭാരതത്തിന്റെ ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനത്തെ, സുരക്ഷയെയൊക്കെ ചോദ്യം ചെയ്ത നമ്മുടെ ശത്രു രാജ്യത്തിന്റെ ആക്രമണത്തിന് നമ്മുടെ ഭാരതത്തിന്റെ രാജ്യത്തിന്റെ അമ്മപെങ്ങന്മാരുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച് അവരുടെ കെട്ടുതാലി എറുത്ത നമ്മുടെ ശത്രുക്കളെ, അവരുടെ ശത്രു സൈന്യത്തെ, അവരുടെ ശത്രുവിന്റെ ഈ മടകളിൽ ചെന്ന് അവര് ഈ നമ്മുടെ നാടിനോടുള്ള ശത്രുത, നമ്മുടെ നാടിനോടുള്ള ഭീകരത, നമ്മുടെ നാടിനോടുള്ള തീവ്രമായ മതചിന്ത വളർത്തിയെടുക്കാൻ അവർ ശ്രമിക്കുന്ന അവരുടെ ഹാച്ചറികളിൽ തന്നെ, മടകളിൽ തന്നെ ചെന്ന് ഭാരതത്തിന്റെ സർക്കാർ, രാജ്യത്തിന്റെ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ, രാജ്യത്തിന്റെ സുരക്ഷയെ എല്ലാം ഈ ലോകത്തോട് നമ്മുടെ ശക്തി തെളിയിക്കുന്ന വലിയ സൈനിക നടപടിയെ അത്തപ്പൂക്കളത്തിന്റെ, കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണത്തിന്റെ പ്രതീകമായിട്ടുള്ള, നമ്മുടെ സന്തോഷത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഒത്തുചേരലിന്റെ ഒക്കെ പ്രതീകമായിട്ടുള്ള അത്തപ്പൂക്കളത്തിൽ ആലേഖനം ചെയ്തതിന്റെ പേരിൽ 23ഓളം വരുന്ന ചെറുപ്പക്കാർ, അതിലൊരു സൈനികൻ, അതോടൊപ്പം ഒരു വിമുക്ത ഭടൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർക്ക് നേരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുകയാണ്. അവർ പറയുന്നു കലാപം ആഹ്വാനം ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് എങ്ങനെയാണ് കലാപം ആഹ്വാനം ചെയ്യുക? ഈ രാജ്യത്തിന്റെ സുരക്ഷയെ, അഖണ്ഡതയെ, രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഒക്കെ, രാജ്യത്തിന്റെ സുരക്ഷയെ ഒക്കെ ചോദ്യം ചെയ്യാൻ വരുന്ന ശത്രു രാജ്യത്തിനോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പും നമ്മുടെ പ്രത്യാക്രമണവും, നമ്മുടെ കൂടപ്പറപ്പുകളുടെ സഹോദരിമാരുടെ സിന്ദൂരവും താലിയും അറുത്തുമാറ്റിയ, മായ്ച്ചു കളഞ്ഞ ഭീകരവാദത്തോടുള്ള നമ്മുടെ പ്രതിരോധവും ശക്തിയുക്തമായ ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിലൂടെ നമ്മുടെ ചെറുപ്പക്കാർ ആലേഖനം ചെയ്യുമ്പോൾ അതിനെ കൃത്യമായി രാഷ്ട്രീയമായി എതിർക്കുന്ന സ്ഥിതിയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച ഈ അത്തപ്പൂക്കൾ അവിടെ ഇരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.